രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി നൽകും. കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ ആഞ്ഞടിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലുള്ള മറുപടി പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകും. രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി ബിജെപിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 3 അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞയും ചെയ്യും. ER രാഗേഷ് നൽകും വിവരങ്ങൾ. നാഷണൽ ഡെസ്കിൽ നിന്ന് രാഗേഷ്, ഇന്നലെ ആഞ്ഞടിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവായെത്തിയ രാഹുൽ ഗാന്ധി ആദ്യ പ്രസംഗത്തിൽ. ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ നീണ്ട പ്രസംഗം. ഇന്ന് അതിനൊക്കെ എണ്ണിപ്പറഞ്ഞ് മറുപടി നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് നരേന്ദ്രമോദിക്ക്, പ്രധാനമന്ത്രിക്ക്. എന്തായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്? ആയിരത്തോ 10 വർഷത്തിന് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ട ദിനമായിരുന്നു ഇന്നലെ. കാരണം രാഹുൽ ഗാന്ധി ഏതാണ്ട് എല്ലാ വിഷയങ്ങളും പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും BJPക്കുമെതിരെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. മണിപ്പൂർ വിഷയം, ഒപ്പം തന്നെ നീറ്റ്, അഗ്നിപത്ത്, കർഷകർ നേരിടുന്ന വിഷയങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലും പരാമർശിച്ചുകൊണ്ടായിരുന്നു സർക്കാരിനെതിരെ വലിയ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പലപ്പോഴും ഭരണപക്ഷത്ത് നിന്ന് എതിർക്കുന്ന, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എതിർക്കുന്ന ഒരു അപൂർവ സാഹചര്യത്തിന് പോലും ഇന്നലെ ലോക്സഭ ഏതായാലും സാക്ഷ്യമായി. സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാകാറില്ല. പക്ഷേ ഇന്നലെ പലപ്പോഴും ഇടപെട്ടുകൊണ്ട് സർക്കാരിന്റെ ട്രഷറി ബെഞ്ചിൽ നിന്ന് അംഗങ്ങൾ ഇടപെടുന്ന സാഹചര്യം പോലും ഇന്നലെ കണ്ടു. ഏതായാലും രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ ചില പരാമർശങ്ങൾ ഏതായാലും ഈ ഘട്ടത്തിൽ BJP ആയുധമാക്കുന്നുണ്ട്. അതായത് 24 മണിക്കൂർ ഹിന്ദുക്കളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ ഇത്തരത്തിൽ അക്രമവും മറ്റും അഴിച്ചുവിടുന്നു എന്ന അടക്കമുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് ഏതായാലും ഈ ഘട്ടത്തിൽ BJP ആയുധമാക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി തന്നെ ആ വിഷയത്തിൽ ഹിന്ദുക്കളെ മുഴുവൻ അക്രമകാരികളാക്കുന്നത് ഒരു ഗൗരവതരമായ വിഷയമാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സഭയിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയം BJP ഈ ഘട്ടത്തിൽ ആയുധമാക്കുകയാണ്. ഒപ്പം രാഹുൽ നടത്തിയ ചില പരാമർശങ്ങളിൽ ഇപ്പോൾ സ്പീക്കർക്ക് കണ്ട് പരാതി നൽകിയിട്ടുമുണ്ട് BJP. അതിലൊന്ന് അഗ്നിവീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശമാണ്. അതായത് അഗ്നിവീറായി രക്തസാക്ഷിത്വം വരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീരമൃത്യു വരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നില്ല എന്നടക്കമുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് അടിസ്ഥാനപരമായി തെറ്റാണ്, വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് കേന്ദ്രമന്ത്രിമാരുടെ BJPയുടെ ആരോപണം. ഈ വിഷയത്തിൽ ഏതായാലും പരാതി നൽകാനുള്ള തീരുമാനത്തിലേക്ക് BJP എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം അതെന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായിരിക്കും സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുക. എന്നാൽ രാഹുൽ ഗാന്ധി നടത്തിയത് 1 മണിക്കൂർ 40 മിനിറ്റ് പ്രസംഗമാണ്. സമാനമായ രീതിയിൽ 2 മണിക്കൂറിലധികം നീണ്ടുനിൽക്കുന്ന പ്രസംഗമായിരിക്കും നരേന്ദ്രമോദിയുടെ ഭാഗത്തുണ്ടാവുക. ഒപ്പം ഈ വിമർശനങ്ങൾക്ക് എണ്ണിയുള്ള മറുപടിയും പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകും. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 4 മണിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി നന്ദി പ്രമേയത്തിന് മറുപടി നൽകുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ രാജ്യസഭയിലും പ്രധാനമന്ത്രി മറുപടി നൽകും. ഏതായാലും കേരളത്തിൽ നിന്നുള്ള 3 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നാണ് നടക്കുന്നത്. ഒന്ന് ജോസ് കെ മാണി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റൊന്ന് CPI അംഗം PP സുനീർ, ഒപ്പം മുസ്ലിം ലീഗിലെ ഹാരിസ് ബീരാൻ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെയാണ് 2 അംഗങ്ങളുടെ, അതിൽ ജോസ് കെ മാണി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. മറ്റു 2 അംഗങ്ങൾ എളമരം കരീമിന്റെയും ബിനോയ് വിശ്വത്തിന്റെയും കാലാവധി അവസാനിച്ചത്. എൽദോ. ശരി രാകേഷ്, എന്താണെങ്കിലും ഇന്ന് പ്രധാനമന്ത്രി നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള അതിൽ മറുപടി ഇന്ന് പാർലമെന്റ് നൽകും. ഓരോ കാര്യങ്ങളും ഇന്നലെ രാഹുൽ ഉന്നയിച്ച കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള മറുപടിക്കും സാധ്യതയുണ്ട്.